ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലു വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാരോസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി മോഹൻലാലേട്ടൻ ആദ്യമായി സംവിധാനിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ബാരോസ് എന്ന് പറയുന്നത്. ഒരു കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു 3D ചിത്രമായിരുന്നു ബാരോസ് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഡിസ്നി വേർഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ഡിസ്നി വേർഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവ് റെഡ്ഡി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്താകുന്ന ഒരു തെലുങ്ക് ചിത്രമായിരുന്നു ലവ് റെഡ്ഡി എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രം ജനുവരി 3 ആഹാ തെലുങ്കിലൂടെ ചിത്രം തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ മലയാള ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റസാക്കർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബോബി സിൻഹ, വേദിക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു പീരീഡ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു റസാക്കർ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ് ഭാഷയിലും തെലുങ്ക് ഭാഷയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തെലുങ്കിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 90 മിനിറ്റ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആര്യ ബഡായി, അജു വർഗീസ്, സന്തോഷ് കീഴാറ്റു, അരുൺ കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു 90 മിനിറ്റ്സ് എന്ന് പറയുന്നത്. 2021 തിയേറ്റർ റിലീസ് ചെയ്ത ഈ ഒരു ചിത്രത്തിന്റെ OTT സ്വന്തമായിട്ടുള്ളത് നമ്മുടെ മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24 മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തിരുമാണിക്യം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാരതരാജ്യ, അതുപോലെ തന്നെ സമുദ്രഗനി, അനന്യ, നാസർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചുള്ള ഒരു ഡ്രാമ ഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു തിരുമാണിക്യം എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24 മലയാളം, കന്നഡ, തമിഴ് എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം C5 ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ സ്മൈൽ മാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശരത് കുമാർ, ഇനിയ, ജോർജ് മാരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ദ സ്മൈൽ മാൻ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തമിഴിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ശിവരപ്പള്ളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റാഗ് മനൂർ, അതുപോലെ തന്നെ മുരളീധർ ഗൗഡ, രൂപരശ്മി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആമസോൺ പ്രൈമിന്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസ് ആണ് ശിവരപ്പള്ളി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ഡയറക്റ്റ് OTT റിലീസ് എത്താണ് ഈ വരുന്ന ജനുവരി മാസം 24 തെലുങ്ക് ഭാഷയിൽ ഉൾപ്പെടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മറാത്തി എന്നീ ഭാഷയിലൂടെയൊക്കെയാണ് ഈ ചിത്രം ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഡിസ്നി വേർഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലൂടെ തന്ന ഒരു വെബ് സീരീസ് ആണ് സ്ട്രീറ്റ് ഡ്രീംസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24 ഹിന്ദി ഉൾപ്പെടെ മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യ ഭാഷയിലൂടെ ഈ ഒരു വെബ് സീരീസ് ഡിസ്നി വേർഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ഡിസ്നി വേർഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹിസാബ് ബറാബർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മാധവൻ, അതുപോലെ തന്നെ നിതിൻ മുകേഷ്, അതുപോലെ തന്നെ ലക്ഷ്മി ദേശായി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹിസാബ് ബറാബർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ C5 ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24 ഹിന്ദി ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ ചിത്രം C5 ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാം ചരൺ, അതുപോലെ തന്നെ സമുദ്രഗനി, SJ സൂര്യ, ജയറാം, കൈറ അദ്വാനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച് നമ്മുടെ ശങ്കർ സംവിധാനിച്ചിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിലൈസ് ചെയ്ത് അടപടലം മൂഞ്ചിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി മാസം 9 ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ലീക്ക്ഡ് റിലീസായിട്ടും എത്താൻ സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കാതിലിക്കാൻ നേരമില്ലേ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയൻ രവി, നിത്യ മേനോൻ, ലാൽ, വിനയ് റായി, അതുപോലെ തന്നെ യോഗി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു കാതിലിക്കാൻ നേരമില്ലേ എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ C5 ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി മാസം ഒരു 8-ാം തീയതി 9-ാം തീയതി ഒക്കെ C5 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതിന് മുമ്പ് ചിലപ്പോൾ ഈ വരുന്ന ഈ ആഴ്ചയിൽ ജനുവരി മാസം 24-ാം തീയതിയോ അല്ലെങ്കിൽ ജനുവരി മാസം 30-31-ാം തീയതിയോ ചിത്രം നമ്മുടെ ഇൻഡസൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഉപേന്ദ്ര കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള UI എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഉപേന്ദ്ര തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ചിത്രമായിരുന്നു UI എന്ന് പറയുന്നത്. ഡിസംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ടുള്ള കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 31-ാം തീയതി C5 ചിത്രം പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുഷ്പ 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അല്ലു അർജുൻ ഗാരു, അതുപോലെ തന്നെ രശ്മിക മന്ദാന, രാഹു രമേശ്, അതുപോലെ തന്നെ ഫഹദ് വാസ്തൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച് ബോക്സ് ഓഫിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പുഷ്പ 2 ദ റോൾ എന്ന് പറയുന്നത്. നമ്മുടെ സുകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജനുവരി മാസം 29-ാം തീയതി 30-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് റീലോഡഡ് വെർഷൻ ആയിട്ടുള്ള 3 മണിക്കൂർ മിനിറ്റ് ആയിട്ടുള്ള വെർഷനാണ് റിലീസ് ചെയ്യാവുന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ചിത്രം ഈ വരുന്ന ജനുവരി മാസം 30-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എക്സ്ട്രാ ഡീസൻറ്റ് ED എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ശ്യാം മോഹൻ, സുധീർ കരമന, അതുപോലെ തന്നെ ഗ്രേസ് ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ED എന്ന് പറയുന്നത്. ക്രിസ്മസിനെ തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാസ്ത എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സർജിനോ ഖാലിദ്, അതുപോലെ തന്നെ അനഘ നാരായണൻ, സുധീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു രാസ്ത എന്ന് പറയുന്നത്. 2022-ൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഇപ്പോൾ മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 31-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം 7-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐഡന്റിറ്റി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടോവിനോ തോമസ്, തൃഷ കൃഷ്ണ, അതുപോലെ വിനയ് റായി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ചിത്രമായിരുന്നു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ജനുവരി മാസം 2-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ചെറിയൊരു അനക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി, അജു വർഗീസ്, ജഗദീഷ്, ജോണി ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിലും എടുത്താന്നൊരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് മനോരമാക്സും അതുപോലെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സർപ്രൈസ് റിലീസായിട്ട് ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ഡേ പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലൂടെ തന്ന ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഫെബ്രുവരി മാസം 2nd വീക്കോട് കൂടിയിട്ട് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, കബീർ ദൂസൻ സിംഗ്, അതുപോലെ തന്നെ സിദ്ദിഖ്, അതുപോലെ വൻ താരനിരയോട് കൂടി വന്നിട്ടുള്ള ഒരു വൻ എന്താ പറയുക ഒരു
ഒരു വയലൻസ് പറഞ്ഞിട്ടുള്ള എക്സ്ട്രീം ലെവൽ വയലൻസ് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. റെക്കോർഡ് നോക്കിയാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം പാൻ ഇന്ത്യ ഭാഷയിലൂടെ നമ്മൾ ഫുൾ അതായത് റീലോഡഡ് വെർഷൻ കൂടി ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബാലയ്യ ഗാരു, അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ, ബോബി സിൻഹ, പായൽ രജപുത്ത്, അതുപോലെ തന്നെ രവികൃഷ്ണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുള്ള ഒരു പീരീഡ് ഡ്രാമ താന്ന ചിത്രമായിരുന്നു ഡാക്കു മഹാരാജ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.